വിളിക്കണം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാ കഴുകണമെന്ന് അപ്പച്ചൻ പറഞ്ഞത്. ഈ പച്ച ഇത് കുടിച്ചില്ലേ? എത്ര വയസ്സുണ്ട്? 56 വയസ്സുണ്ട്. ഇപ്പോഴും ശരീരം നല്ല ദൃഢമായിട്ടായിരിക്കുന്നത്. ഉടമ്പ് നല്ല ഇരിക്കുന്നു ഈ പാലൊക്കെ കുടിക്കുന്നതുകൊണ്ട്. ഇപ്പോഴും അതെ, 56 വയസ്സുണ്ട്. 56 വയസ്സായിട്ടും ഇപ്പോഴും നല്ല ഉടമ്പ് നല്ല നല്ല ദൃഢമായിട്ടായിരിക്കും, നല്ല കട്ടിയായിട്ടായിരിക്കും. ഡെയിലി കാലയിലെ 3 മണിക്ക് എടുക്കുന്ന പാലെല്ലാം നന്നായിട്ട് അതുകൊണ്ടാണ് നല്ല ബോഡി ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കണം, ജിമ്മിലൊന്നും പോയി വേസ്റ്റ് ചെയ്യണ്ട. ഇതാണ് സൂപ്പർ. അപ്പോൾ ഇപ്പം അപ്പച്ചൻ്റെ വാഴത്തോട്ടത്തിലാട്ടോ നിൽക്കുന്നത്. അപ്പച്ചന് വാഴത്തോട്ടമുണ്ട്, വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ വാഴപ്പഴം ഇങ്ങനെ നിൽക്കുവാണ്. വെട്ടിയാച്ചാ ഇതിലൊരെണ്ണം എടുത്ത് തരുവെങ്കിളാ. ഒരു ചിന്ന പഴം. അപ്പച്ചൻ്റെ നല്ല വാഴപ്പഴം കേട്ടോ. ഇതെല്ലാം വാഴപ്പഴം. ഇത് കപ്പവള്ളി. സൂപ്പറായിട്ടുണ്ട്. പഴുത്ത് നിൽക്കുന്ന വാഴപ്പഴം കേട്ടത് കപ്പവള്ളി ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. നല്ല പ്യുവർ നാച്ചുറൽ ഒറിജിനൽ സാധനമാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇത്രയാണ്, ചെറിയ കൊലയാണ് കേട്ടോ. ചിന്ന കൊലയായിരിക്കും. അല്ല, ഞാൻ சொன்னது ഇത്തിരി இங்க வரையும் கொலை வரல. அது பெருசா வரும். அது வந்து விட்டா வெளியில போணும், தோப்புக்குள்ள போட்டா. அப்ப இது இப்படி வரதுக்கு என்ன காரணம்? நம்ம காட்டு உரத்துக்காக வச்சது, தென்னை மரத்து உரத்துக்காக വച്ചത്. ഓ, ഉറത്താക്ക. അപ്പോൾ നമ്മൾ ഈ ഇത് കണ്ടില്ലേ, തെങ്ങിന്റെ ചോട്ടി വെച്ചുകൊണ്ട് തണലല്ലേ, അതുകൊണ്ടാണ് വരത്തില്ല. ചെറുതായി പോയെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ചെറുതായി പോയി. വാലില്ല കറയായിരുന്നു. സൂപ്പർ. ഒരെണ്ണം എടുത്തതാ. സൂപ്പറായിട്ട്. മരം കയറാൻ പോവാണ് ഗൈസ്. കയറാൻ ഓടിയും. മാവ് വാങ്ങാൻ ഇല്ലയാ? പൂക്കല്ലേ? பூக்கிறதுக்கு என்ன பண்ணணும்? மருந்தடிக்கணுமா? இது இந்த மாவு தான் இருக்குல்ல, இவ்வளவுதான் மாவு தோட்டம். பஞ்சவர்ணம் எங்க இருக்கு? ഇതാ പഞ്ചവർണ്ണ മാങ്ങയാ. ഇത് പഞ്ചവർണ്ണം എന്ന് പറയുന്ന ഒരു മാങ്ങ. പിന്നെ സപ്പോട്ട ഉണ്ടെന്നാ പറഞ്ഞേ. സപ്പോട്ട കായ ആയിരിക്കില്ലേ? സപ്പോർട്ടൊക്കെ പഴം കൊടുക്കാം. അപ്പം ഞാൻ നിൽക്കുന്നത് പേരക്കായുടെ തോട്ടത്തിലാട്ടോ. പേരക്കായുടെ തോട്ടത്തിലാട്ടോ ഞാൻ നിൽക്കുന്നത്. പേരക്കായുടെ തോട്ടം. ഇഷ്ടംപോലെ പേരക്ക ഉണ്ട്. നല്ല മുഴുത്ത പേരക്ക, പഴുത്ത് തുടുത്ത പേരക്ക ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഒത്തിരി ഉണ്ട്. ഏക്കർ കണക്കിന് പേരക്ക തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തോട്ടത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ തോട്ടം ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം ഇത് കണ്ടോ, ഒരു പഴുത്ത് തുടുത്ത ഒരു പേരയ്ക്ക താഴെ വീണ് കിടക്കുന്നുണ്ടോ. ആർക്കും വേണ്ട. നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉറും ഭരിച്ചു പോവുക. അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്കെല്ലാം ഒന്ന് കാണിക്കാം. ഇഷ്ടംപോലെ പഴുത്ത്
പഴുത്ത തോട്ടമാണ്. പഴുത്ത പേരയ്ക്ക, കുറേ പേരയ്ക്കയൊക്കെ പറിച്ചുകൊണ്ട് വരും. പഴുത്ത പേരയ്ക്ക തോട്ടമാണ്. പഴുത്ത് തുടുത്തിരിക്കുന്ന നല്ല വലിയ പേരയ്ക്കായോ കേട്ടോ, വലിയ പേരയ്ക്ക. പച്ചയുണ്ട്, പഴുത്തതുമുണ്ട്. പഴുത്തത് ഇപ്പോൾ കുറേയൊക്കെ പറിച്ചു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടേക്കാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പഴുത്ത പേരയ്ക്കകൾ ചീഞ്ഞ് അഴുക്കായി ഉറുമ്പരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കപ്പളത്തിൻ്റെ തോട്ടവും മാവിൻ്റെ തോട്ടവും പിന്നെ ഇത് വാഴയുടെ തോട്ടവും ഉണ്ട്. അപ്പം ഇങ്ങനെ വലിയൊരു തോട്ടമാണ് പേരയ്ക്കാത്തോട്ടം. ഇതാണ് കേട്ടോ ആ പേരയ്ക്കയുടെ സൈസ് കണ്ടോ, പഴുത്ത് വീണ് കിടക്കുന്ന പേരയ്ക്കയാണ്. ഇത്രയും സൈസുള്ള പേരയ്ക്കയുടെ തോട്ടമാണ്. പേരയ്ക്കയുടെ തോട്ടം വലിയ തോട്ടമാണ്. കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒക്കെ പേരയ്ക്ക ഇവിടുന്നാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അതുപോലത്തെ വലിയ തോട്ടമാണ്. നമുക്കൊക്കെ പേരയ്ക്ക കിട്ടുകയില്ല, അത് ഇവിടുന്ന് വരുന്ന പേരയ്ക്കയാണ് കേട്ടോ, തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ. അപ്പം അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പേരയ്ക്കാത്തോട്ടമാണ്. പക്ഷേ ഈ പേരയ്ക്കയുടെ തോട്ടം, ഈ പേരമരത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ പറിക്കാം. അതിൻ്റെ മണ്ടയിലൊന്നും വലിഞ്ഞു കയറി പറിക്കേണ്ട. അതുപോലെ ചെരിഞ്ഞ് ചാഞ്ഞ് കിടക്കുന്ന മരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആൾക്കാർക്ക് പറിക്കാം. പിന്നെ കുറേയേറെ പേരയ്ക്ക നിലത്ത് പഴുത്ത് വീഴുക അങ്ങനെയുള്ളതൊന്നും അവരെടുക്കത്തില്ല. കറക്റ്റ് പഴമാകാൻ പോകുന്ന പാകമായിട്ടുള്ള പേരയ്ക്ക മാത്രമേ ഇവർ മരത്തേന്ന് പറിക്കുകയാണ് ചെയ്യുന്നത്. അത് താഴെ കിടക്കുന്ന ഒന്നും പോലും അവരെടുക്കത്തില്ല. താഴെ കിടക്കുന്നതൊക്കെ വേസ്റ്റ് അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ബാക്കി അതുപോലെ ഫ്രഷായിട്ടുള്ള സാധനമാണ് ഇവർ പറിക്കുന്നത്, പറിച്ചുകൊണ്ട് വിൽക്കുന്നതും. അല്ലാതെ നിലത്ത് കിടക്കുന്ന ഒന്നും അവർ എടുക്കത്തുമില്ല. നിലത്ത് കിടക്കുന്ന അവർ പോലും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ചുമ്മാ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെയാണ്. അപ്പം ഇത് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റുള്ള ഒരു പേരയ്ക്കയാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല മധുരമാണ്. അകത്ത് വെള്ളയുള്ള പേരയ്ക്കയാണ്, ചുമലയുള്ള പേരയ്ക്കയല്ല. അകത്ത് വെള്ളയുള്ള പേരയ്ക്കയാണ് നിൽക്കുന്നത്. പിന്നെ അത് അതിൻ്റെ സൈഡിലൊക്കെ വേറെ പേര മരങ്ങളും അവർ നട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് പോലും വിടാതെ ഫുൾ ടൈം ഇങ്ങനെ പേര തൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പേരമരമായതുകൊണ്ട് പേര തൈ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ പേരയുടെ തോട്ടം കാണുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ബൈ ബൈ.